സ്വാഭാവികമായും ഈ സെഷൻസ് കോടതി ഇത് തള്ളും എന്നുള്ള ഒരു 90% വിശ്വാസം പ്രതിഭാഗത്തിനുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻകൂർ പ്ലാൻ ചെയ്തതുപോലെ ഈ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ സമീപിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. മാത്രവുമല്ല സെഷൻസ് കോടതിയിലെ ഓർഡർ അത് ഓപ്പൺ കോർട്ടിൽ പ്രൊനൗൺസ് ചെയ്യുമെന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. സെഷൻസ് കോടതിയെ ജഡ്ജി വിധി പറഞ്ഞത് ഒറ്റ വാക്കിലായിരുന്നു, ഡിസ്മിസ്ഡ് എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഓർഡറിന്റെ വിശദാംശങ്ങൾ കൂടി കിട്ടിയാൽ ഉടൻ തന്നെ ഓൺലൈനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലിപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിരത്തിയിട്ട് അതിനെ ക്രോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓൺലൈനായി തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ നൽകും. അതിനുവേണ്ടി ഒരു തടസ്സം ഈ ഓർഡർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ഓർഡർ കിട്ടിയാൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. അതിനുവേണ്ടി അഭിഭാഷകർ ഇതിനോടകം തന്നെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ തിരിച്ചടി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയുന്ന തരത്തിലേക്കായിരുന്നു ഈ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായിരുന്ന നിലപാടുകൾ. പ്രത്യേകിച്ച് ഏതാണ്ട് 2 മണിക്കൂറോളം മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടപ്പോൾ ഒരു പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള വഴി തുറന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല. സെഷൻസ് കോടതി പ്രധാനമായും പരിഗണിച്ചത് ഇതിൽ പ്രോസിക്യൂഷന്റെ സ്റ്റാൻഡ് എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ രേഖകൾ, ആശുപത്രി രേഖകൾ, പ്രാഥമിക മൊഴി പകർപ്പുകൾ, അതേപോലെ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി കോടതി പരിശോധിച്ചത്. സീൽഡ് കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിഭാഷകൻ പ്രതിഭാഗത്തിന് വേണ്ടി കൈമാറിയിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിച്ചിരുന്നു. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് കോടതി കണ്ടെത്തിയില്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങലില്ല, പകരം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനായി സംസ്ഥാനത്തിന് പുറത്ത് കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപക തിരച്ചിൽ അത് അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കർണാടകയിലെ പല പ്രദേശങ്ങളിൽ 3 ടീമായി തിരിഞ്ഞാണ് എസ്ഐടിയുടെ നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയായ ഒരു അടൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷഫീദ്, അപ്പോൾ ഈ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോവുകയാണെങ്കിൽ ഒളിവ് ജീവിതം തുടരാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് മതി ബാക്കി നടപടി എന്ന നിലയ്ക്ക് രാഹുൽ ക്യാമ്പ് ആലോചിക്കുകയാണ് എന്ന് വേണോ മനസ്സിലാക്കാൻ? അശ്വിനി, ഉറപ്പായിട്ടും. കാരണം വ്യാഴം, വെള്ളി, ശനി 3 ദിവസമുണ്ട്. വ്യാഴാഴ്ച കൊടുത്താലും വെള്ളിയാഴ്ച ഹർജി ഫയലിൽ സ്വീകരിച്ച് തുടർന്ന് തന്നെ ടേബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നീണ്ടുപോകേണ്ടി വരില്ല. ഹൈക്കോടതി കൂടെ തള്ളിയാൽ മാത്രമേ കീഴടങ്ങൽ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ പരീക്ഷിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമ്മർദ്ദങ്ങളില്ല. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരില്ല. ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേരള പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് ഉടൻ തന്നെ ഉണ്ടാകും. കർണാടക കേന്ദ്രീകരിച്ച് 3 സംഘങ്ങൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് വൈകിട്ട് യോഗം ചേരും. അതിനുശേഷം എങ്ങനെയാണ് രണ്ടാമത്തെ കേസിലെ തുടർന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്യും.